ഹലോ, ഇന്നത്തെ വിളിക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് സാരി കൊണ്ട് തയ്ക്കാൻ പറ്റിയിട്ടുള്ള വളരെ സിമ്പിളായിട്ട് നമുക്ക് സ്വന്തമായിട്ട് ഡിസൈനൊക്കെ ചെയ്ത് തയ്ക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫ്രോക്കാണ്. അപ്പോൾ നമുക്ക് സാരി എല്ലാം ഒരേ ഡിസൈൻ ആവില്ലല്ലേ. അപ്പോൾ നമുക്ക് അത് സാരിക്കനുസരിച്ചുള്ള ഡിസൈൻ അനുസരിച്ച് നമുക്ക് ഫ്രോക്കൊക്കെ തയ്ക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഫ്രോക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സാരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ സാരി സെൻറ്ററിലൊക്കെ പ്ലെയിനും പിന്നെ ഇതിൻ്റെ കരഭാഗത്തും അതുപോലെ മുന്താണി ഭാഗത്തൊക്കെ അതുപോലെ ചെറുതായിട്ടുള്ള ഇങ്ങനെ എംബ്രോയിഡറി വർക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു സാരി വെച്ചിട്ടാണ് നമ്മൾ ഫ്രോക്ക് ഒന്ന് ഡിസൈൻ ചെയ്യണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ രണ്ട് സൈഡിലായിട്ട് കര ഉണ്ട്. നമുക്ക് ഈ ഒരു കര ഇപ്പോൾ ഇതിന് ഫ്രോക്കിന് ലാസ്റ്റാണ് കേട്ടോ ആവശ്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 2 ഇഞ്ചിൽ നീളത്തിൽ അടയാളപ്പെടുത്തിയിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു കര മാത്രം മൊത്തത്തിൽ എടുക്കുന്നുണ്ട് കേട്ടോ. സാരിൻ്റെ 2 സൈഡിലും ഉണ്ടെങ്കിൽ 2 സൈഡിൽ നിന്ന് എടുക്കുക. അതായത് മൊത്തത്തിൽ സാരിക്ക് എത്ര നീളമുണ്ടോ ആ ഒരു നീളത്തിലുള്ളത് അത്ര എടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഈ ഒരു സൈഡത്തെ മൊത്തത്തിൽ. അപ്പോൾ ഇത് ഒരു 2-2.5 ഇഞ്ചിൽ എടുക്കുക. കാരണം തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ട് അങ്ങനെ 2.5 ഇഞ്ചിലൊക്കെ വേണമെങ്കിൽ എടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു കരയാണ് വേണ്ടത്. അതിന് ശേഷം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല അത്യാവശ്യം നീളത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ നീളത്തിൽ വേണം നമ്മൾ ഫ്ലെയർ ആയിട്ടുള്ള ഒരു ഉടുപ്പാണ് തയ്ച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇനി മാറ്റി വെക്കാം. അതിന് ശേഷം നമുക്കിനി ഈ സാരി അംബ്രല കട്ടിലാണ് കേട്ടോ നമ്മൾ ഈ ഫ്രോക്ക് മൊത്തത്തിൽ ഒരു ഒറ്റ കട്ടിലാണ് നമ്മളിത് തയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോണിലാണിത് മടക്കി വെക്കുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ മുന്താണി ഭാഗം ഞാൻ അതിൽ ഉൾപ്പെടുത്തണില്ല. അപ്പോൾ അത് നമുക്ക് കയ്യിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചേക്കാണ്. മുന്താണിമേൽ ചെറിയൊരു വർക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് കൈ വെക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അല്ലാത്ത ഭാഗം അതുപോലെ ഞാൻ കോണാക്കിയിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ അളവുകളൊക്കെ ഒന്നും എഴുതി പിടിപ്പിച്ചാൽ. അപ്പോൾ നമ്മൾ ഈ മുകളിൽ നിന്നായിട്ടാണ് കേട്ടോ തുടങ്ങുന്നത്. നമുക്ക് എത്രയാണോ കഴുത്ത് വേണ്ടത് അത് ഫസ്റ്റ് അടയാളപ്പെടുത്തുക. പിന്നെ നമുക്ക് വേണ്ട ഷോൾഡർ ഒക്കെ അടയാളപ്പെടുത്തുക കേട്ടോ. നമുക്ക് ടോട്ടലി ഷോൾഡറും അതുപോലെ കഴുത്തും കൂട്ടിയിട്ട് നമുക്ക് കഴുത്ത് 2 ഷോൾഡർ 2.5 ഇഞ്ച് അങ്ങനെ നമ്മളൊരു 5.5 ഇഞ്ച് വീതി എവിടെയാണ് നമുക്ക് കിട്ടുന്നത് അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ തയ്യൽ തുമ്പ് കൂടി കൂട്ടിയിട്ട് ഇങ്ങനെ ഒരു 5 എടുത്തു. ഒരു 8 വയസ്സായ കുട്ടിക്കുള്ള ഫ്രോക്കാണ് കേട്ടോ നമ്മൾ തയ്ച്ചെടുക്കുന്നത്. കഴുത്ത് 2ഉം അതുപോലെ ഷോൾഡർ 2.5 ഇഞ്ചും ആണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് അടയാളപ്പെടുത്തുക. ഇറക്കം ഞാൻ ബാഗക്കും മുന്നിക്കും ഒരേ നീളമാണ്. അപ്പോൾ ഒരു 3 ഇഞ്ചിലാണ് എടുക്കുന്നത്. പിന്നെ നമുക്ക് കൈക്കൂലി അടയാളപ്പെടുത്തണം. അങ്ങനെ നമ്മൾ സാധാരണ നമ്മൾ കുട്ടികൾക്ക് ഏതൊക്കെയാണ് അളവിൽ അടയാളപ്പെടുത്തുക അളവിലൊക്കെ എടുക്കുക കേട്ടോ. പിന്നെ ഈ ഒരു ഫ്രോക്ക് ഡിസൈൻ ചെയ്യുന്ന ഭാഗമായിട്ട് നമുക്ക് അതിൻ്റെ ഷേപ്പ് കുറച്ച് കൂട്ടിയെടുക്കണം. കാരണം നമുക്ക് അവിടെ ഒരു എലാസ്റ്റിക് ബാൻഡ് വെച്ചിട്ടൊന്ന് തയ്ച്ചെടുക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഷേപ്പിൻ്റെ ഭാഗത്ത് കുറച്ചുകൂടെ നമ്മൾ എത്രയാണ് എടുക്കുക അതിലൂടെ 2 ഇഞ്ചോ കൂട്ടിയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു ഇങ്ങനെ ഞെറിവായിട്ട് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. ലാസ്റ്റായിട്ട് നമ്മൾ ടോട്ടൽ ലെങ്ത്ത് കൂടി ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട് അളവ്. ഇനി നമുക്ക് ഇതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കട്ടെ. നമ്മൾ ഈ ഷേപ്പിൻ്റെ അവിടെ നിന്ന് ഇതൊന്നിങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നിവർത്തി നോക്കണം. നല്ല ഫ്ലെയർ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നിവർത്തുമ്പോൾ നല്ല അത്യാവശ്യം കണ്ടോ നല്ല ഫ്ലെയറിൽ നിൽക്കുന്നുണ്ട്. നമ്മൾ ഷേപ്പിൻ്റെ ഭാഗത്ത് കണ്ടില്ല നല്ല കുറച്ച് അത്യാവശ്യം വീതി ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഷേപ്പിൻ്റെ ഭാഗത്താണ് നമ്മൾ ഇലാസ്റ്റിക് ബാൻഡ് വെച്ചിട്ട് തയ്ക്കുന്നത്. ഈ രീതിയിൽ കട്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്കിത് നല്ല ഫ്ലെയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ അംബ്രല കട്ടിൽ കട്ട് ചെയ്ത പോലെ തന്നെ ഉണ്ട്. പിന്നെ ആ ഇലാസ്റ്റിക് ബാൻഡ് 1 ഇഞ്ചിൻ്റെ കിട്ടാത്തതുകൊണ്ട് നമ്മൾ വലിയ ബാൻഡ് 2 ആക്കിയത് അതുപോലെ മുറിച്ചേക്കാം കേട്ടോ. 1 ഇഞ്ചിൻ്റെ കിട്ടുകയാണെങ്കിൽ അതായാലും മതി. അപ്പോൾ ഇത് നമ്മൾ എടുത്തിട്ടുള്ളത് നമുക്ക് ടോട്ടൽ അതൊരു 12 ഇതിലാണ് വീതി വരുന്നത്. ആ ഇഞ്ചിൽ തന്നെ നമുക്ക് ഇലാസ്റ്റിക് എടുക്കണം. അപ്പോൾ ഞാൻ വീതി ഉള്ളതായതുകൊണ്ട് 6 ഇഞ്ചിൽ എടുത്തിട്ട് അത് 2 ആക്കിയിട്ട് അത് കൂട്ടിച്ചേർത്തിട്ടാണ് നമ്മൾ ഇതുപോലെ തയ്ച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല വലിച്ച് പിടിച്ചിട്ട് വേണ്ടിയിട്ട് നമുക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് നല്ല ഞെറിവിൽ പോലെ കിട്ടുള്ളൂ. പിന്നെ നമുക്ക് ഈ ഒരു ബാൻഡ് ഇങ്ങനെ പുറത്തൊക്കെ ഇങ്ങനെ കാണുമല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെറിയൊരു പരിപാടി ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് മറിച്ചിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ 2 ലേസ് അതേ നീളത്തിലെടുത്തിട്ടുണ്ട്. ബാക്കിലും മുമ്പിൽ നമുക്ക് ഈ ലേസ് വേണം. നമ്മൾ ബാക്കിൽ മുമ്പിൽ എലാസ്റ്റിക് വെച്ചിട്ട് അതുപോലെ ഷേപ്പ് ആക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന് നല്ല വശത്താണ് കേട്ടോ നമ്മൾ ഈ ഒരു ലേസ് വെച്ച് തയ്ക്കുന്നത്. അപ്പോൾ ലേസ് വെച്ചാൽ നമ്മൾ ഈ ഒരു എലാസ്റ്റിക് ബാൻഡ് കാണില്ല. പിന്നെ നമുക്ക് നോർമൽ തയ്യൽ മെഷീൻ ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ എലാസ്റ്റിക് നൂല് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതുപോലെ ഡിസൈൻ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ലേസിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മളിപ്പോൾ നോർമൽ തയ്യൽ മെഷീൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്.
നമ്മളെന്തായാലും അങ്ങനെ ലേസ് വരെ വെച്ച് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ബാക്കിലും മുമ്പിലും നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ രണ്ട് ഭാഗത്തും എലാസ്റ്റിക് വെച്ചിട്ട് ഇതുപോലെ തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ബാക്കിലും മുമ്പിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ കിട്ടും കേട്ടോ. ഇനി ഇതിന് ശേഷമാണ് നമുക്ക് ഇനി ലൈനിങ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ലൈനിങ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തുണി ഇതുപോലെ മടക്കി വെച്ചിട്ടുണ്ട്. ഇനി അതേ അളവിൽ നമുക്ക് ലൈനിങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ലൈനിങ് ലെങ്ത്ത് ഫുൾ എടുത്തിട്ടില്ല, ഒരു 4-5 ഇഞ്ച് കുറച്ചെടുത്തിട്ടുണ്ട്. ഇനി ലൈനിങ് കഴിയുമ്പോൾ ജോയിൻ ചെയ്യുന്ന മുമ്പായിട്ട് അതിൻ്റെ താഴെ ഭാഗം നമുക്ക് ഒന്ന് മടക്കി തയ്ക്കാം കേട്ടോ. ലൈനിങ്ങിൻ്റെ താഴെ ഭാഗം 2 വശവും തയ്ച്ച് ഉള്ളിലേക്ക് മടക്കിയിട്ട് വേണം തയ്ക്കാൻ വേണ്ടിയിട്ട്. നമ്മളത് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ലൈനിങ് നമ്മൾ നല്ല തുണിയിലൊന്ന് പിടിപ്പിച്ചെടുക്കുക കേട്ടോ. ഫസ്റ്റ് നമ്മൾ കൈത്താണ് തയ്ച്ചെടുക്കുന്നത്. കഴുത്ത് നമ്മൾ പ്രത്യേക ഡിസൈനൊന്നും കൊടുക്കണില്ല. ഇനി പൈപ്പിങ് കൊടുക്കണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. ഞാൻ ലൈനിങ് വെച്ചിട്ട് തന്നെയാണ് കഴുത്ത് തയ്ച്ചെടുക്കുന്നത്. അപ്പോൾ റൗണ്ട് കഴുത്താണ് കേട്ടോ. എന്നിട്ട് നമുക്ക് സാധാ നമ്മൾ തയ്ക്കുമല്ലോ കഴുത്ത്, അതുപോലെ തയ്ച്ചിട്ട് ആമ്പലം മറിച്ചിട്ടൊന്ന് പതിച്ച് തയ്ച്ചു കൊടുത്താൽ മതി. അങ്ങനെ നമ്മളെ കഴുത്തൊക്കെ ഇവിടെ തയ്ക്കൽ കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിനി ഇത് ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്യിപ്പിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി കയ്യിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കൈ നമ്മളിതാ മുന്താണി ഭാഗമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കൈയിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഞാനിതിൻ്റെ അടിവശം ഉണ്ടല്ലോ, നമ്മുടെ താഴ് ഭാഗം വരുന്ന ഭാഗം നല്ല വീതിയിലാണ് എടുത്തിട്ടുള്ളത്. പ്രത്യേകം മോഡലൊന്നുമില്ല, കുറച്ച് അത്യാവശ്യം വീതിയിലാണ് എടുക്കുക. അവിടെ പ്രത്യേക ഷേപ്പ് നമുക്ക് സാധാരണ വേണ്ടത് 5 ഇഞ്ച് ഷേപ്പിലാണ് വേണ്ടത്. നമ്മൾ 5 ഇഞ്ച് ഷേപ്പിലൊക്കെ എടുക്കുമ്പോൾ അവിടെ ഇങ്ങനെ ടൈറ്റായിട്ട് നിൽക്കില്ലേ, നമുക്ക് ചെറിയ ഒരു കൈ ആയിട്ട് കിട്ടുക. പക്ഷെ നമ്മൾ വീതിയിൽ നമുക്ക് എത്രത്തോളം തുണി കിട്ടുക അത്ര വീതിയിൽ ചെയ്താൽ ജോർജറ്റിൻ്റെ തുണി ആയതുകൊണ്ട് തന്നെ ഒന്ന് കുഴഞ്ഞ് നിൽക്കും. അപ്പോൾ നമുക്കൊരു നല്ല എന്താ പറയുക പർദ്ദ കൈയൊക്കെ നിൽക്കുമല്ലോ, അതുപോലെ നല്ല മോഡലായിട്ട് നിൽക്കും ഇതുപോലൊക്കെ ചെയ്താൽ. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് തുണിയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കുക. അങ്ങനെ നമ്മൾ കൈ പിടിപ്പിക്കാണ്ട് നമ്മൾ കൈയൊന്ന് അടിച്ചെടുക്കുകയാണ്. അങ്ങനെ നമ്മൾ കൈ അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കൈ ഷേപ്പാക്കേണ്ട മുന്നായിട്ട് അതിൻ്റെ അറ്റമൊന്ന് മടക്കി തയ്ച്ചു കൊടുക്കണം. 2 വശത്തും കൈയിൻ്റെ ഭാഗത്തും ഇങ്ങനെ ഡിസൈൻ വരും കേട്ടോ. അല്ലാത്ത ഭാഗത്തൊക്കെ ഇങ്ങനെ സിമ്പിളായിട്ടാണ് നമ്മളങ്ങനെ 2 കൈയും തയ്ച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കത് ഷേപ്പാക്കി എടുക്കുക. നമ്മളിത് 2 വശം ഷേപ്പാക്കി ഇപ്പോൾ അതുപോലെ കിട്ടും നമ്മളെ ഡ്രസ്സ്. നമ്മളെ ഫ്രോക്ക് ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി നമ്മൾ താഴ് ഭാഗത്താണ് നമ്മൾ ആദ്യം മുറിച്ചിട്ടുള്ള ഒരു ലേസ് ഉണ്ടല്ലോ, ഒരു കരഭാഗം നമുക്ക് തയ്ച്ചെടുക്കേണ്ടത്. ആദ്യം ഇത് നമുക്ക് തയ്ച്ചിട്ട് ഒന്ന് പതിച്ച് തയ്ച്ചു കൊടുക്കുക. അപ്പോൾ നല്ല ഭംഗിയായിട്ടത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് അതുപോലെ ചെയ്ത് നോക്കുക കേട്ടോ. അങ്ങനെ നമ്മളിത് തയ്ച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ല, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് കയ്യിനും അതുപോലെ താഴായിട്ടും കുറച്ച് അത്യാവശ്യം ഇതിൽ കിട്ടിയിട്ടുണ്ട് ഈ ഒരു കര. അപ്പോൾ നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ പതിച്ച് തയ്ച്ചതുകൊണ്ട് തന്നെ അപ്പോൾ നമുക്ക് അങ്ങനെ ഇത് ചുറ്റിയാതൊന്നും തോന്നുന്നില്ല കേട്ടോ. സെയിം കളറൊക്കെ നൂലൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ഫ്രോക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാരി കൊണ്ട് നമുക്ക് തയ്ക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ഫ്രോക്കാണ്. അപ്പോൾ ഇതുപോലെയുള്ള സാരിയൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതുപോലെയൊക്കെ തയ്ക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ ഈ ഒരു ഫ്രോക്കിൻ്റെ മോഡലായിട്ട് വരിക. നമ്മൾ ഇടുമ്പോൾ കടല കൈ ഇങ്ങനെ കുഴഞ്ഞിട്ട് നിൽക്കും, നല്ല ഫ്ലെയർ ആയിട്ട് തന്നെ തോന്നും. അപ്പോൾ നമുക്ക് ലൈനിങ് നമ്മൾ മുട്ടിൻ്റെ അത്ര കൊടുത്തിട്ടുള്ളൂ കേട്ടോ. നമ്മൾ അത്ര എടുത്തിട്ടുള്ളൂ. നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നമ്മൾ പുതുതായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.